ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം കിങ് ലീഡർ ലിജോ. ഐശ്വര്യം ഇഷ്ടപ്പെടുന്നവർ ഞാൻ പറയുന്നത് ശ്രദ്ധാപൂർവം കേട്ട് പ്രവർത്തിച്ചാൽ ഏതൊരാൾക്കും ഐശ്വര്യമുണ്ടാകും. 100% ഗ്യാരണ്ടി. ഓക്കെ? എല്ലാവർക്കും കഥ ഇഷ്ടമാണ്. എന്നാൽ ഞാനൊരു കഥ പറയാം. ഒരു ശില്പി വഴിയിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു കല്ലിനോട് ചോദിച്ചു, കല്ലേ കല്ലേ, മണ്ണിൽ കിടക്കുന്ന കല്ലേ, മഴയിൽ കിടക്കുന്ന കല്ലേ, നിന്നെ ഞാനൊരു ശില്പമാക്കട്ടെ. മറുപടിയായി കല്ല് പറഞ്ഞു, മണ്ണിൽ കിടന്നാലും മഴയിൽ കിടന്നാലും ശില്പമാകാൻ എനിക്ക് വയ്യ. അത് കേട്ട് ഒന്നും മിണ്ടാതെ ആ കല്ലിൽ ചവിട്ടി ശില്പി കുറച്ചുകൂടി മുന്നോട്ട് പോയി. അടുത്ത കല്ലിൻ്റെ അടുത്തെത്തി ചോദ്യം ആവർത്തിച്ചു, കല്ലേ കല്ലേ, മണ്ണിൽ കിടക്കുന്ന കല്ലേ, മഴയിൽ കിടക്കുന്ന കല്ലേ, നിന്നെ ഞാനൊരു ശില്പമാക്കട്ടെ. ഉടനെ കല്ല് മറുപടി പറഞ്ഞു, മണ്ണിൽ കിടന്നു ഞാൻ കാലമേറെ, മഴയിൽ കിടന്നു ഞാൻ കാലമേറെ, ആരും തിരിഞ്ഞെന്നെ നോക്കിയില്ല, ആരും തെരഞ്ഞെന്നെ വന്നുമില്ല. സന്തോഷത്തോടെ ഞാൻ നമിച്ചിടുന്നു, ശില്പമായി വേഗത്തിൽ മാറ്റിയാലും. ഇത് കേട്ട ശില്പി വളരെ സന്തോഷത്തോടെ ആ കല്ലിനെ അതിമനോഹരമായ ഐശ്വര്യദേവതയുടെ ശില്പമാക്കി മാറ്റി. പിന്നീട് അതുവഴി പോയവരൊക്കെ ആ ശില്പത്തെ നോക്കി കൈകൂപ്പി വണങ്ങി. ഒരുപാട് പേർ ചുറ്റും വിളക്ക് കത്തിച്ചു. ശില്പത്തിന് ശ്രീകോവിൽ നിർമ്മിച്ച് പട്ടും പണവും കാൽക്കൽ സമർപ്പിച്ചു. എന്നും പാലും പനിനീരും കൊണ്ട് കഴുകി വൃത്തിയാക്കി ചുറ്റും സുഗന്ധപൂരിതമാക്കി നിത്യവും പൂജിച്ചു കൊണ്ടേയിരുന്നു. അപ്പോഴും ആദ്യത്തെ ആ കല്ലിൽ ചവിട്ടിയാണ് ജനങ്ങൾ അവിടെ വന്നുകൊണ്ടിരുന്നത്. ആദ്യത്തെ കല്ലിൻ്റെ തീരുമാനം പോലെ മറുപടി പറയുന്നവരോട് എനിക്ക് ഒന്നും പറയാനില്ല. മറിച്ച് രണ്ടാമത്തെ കല്ലിൻ്റെ തീരുമാനം പോലെ ചിന്തിക്കുകയും മാറാൻ തയ്യാറാവുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഐശ്വര്യം ഉണ്ടാകും. സോ ചേഞ്ച് യുവർ തോട്ട്സ്, ക്യാച്ച് യുവർ പ്രോസ്പെരിറ്റി. താങ്ക് യു. ബെസ്റ്റ് വിഷസ്.